കറണ്ട് അഫയേഴ്സ് 2023-2024 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം. യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ പൂർണ്ണമായ പ്രതിമ അനാവരണം ചെയ്തത് വാങ്കഡെ സ്റ്റേഡിയമാണ്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ പൂർണ്ണമായ പ്രതിമ അനാവരണം ചെയ്തത് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. നെക്സ്റ്റ്, 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? ആരാണ്? ടി പത്മനാഭൻ. ആരാണ്? ടി പത്മനാഭനാണ് 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയത്. അപ്പോൾ 2023 കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭന്. നെക്സ്റ്റ്, 2023 അന്താരാഷ്ട്ര സോളാർ അലയൻസിൻ്റെ 6ാമത് സമ്മേളന വേദി എവിടെയായിരുന്നു? 2023 അന്താരാഷ്ട്ര സോളാർ അലയൻസിൻ്റെ വേദി 6ാമത് സമ്മേളന വേദി എവിടെയാണ്? ഡൽഹിയിലായിരുന്നു. നെക്സ്റ്റ്, 2023 ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായിലാണ്. 2023 ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ദുബായിലാണ്. നെക്സ്റ്റ്, ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നെക്സ്റ്റ്, ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? മുഹമ്മദ് ഷമി. ആരാണ്? മുഹമ്മദ് ഷമിയാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ആരാണ്? മുഹമ്മദ് ഷമി. നെക്സ്റ്റ്, രാജ്യത്തിന് പുറത്ത് ആദ്യമായി ക്യാമ്പസ് ആരംഭിച്ച IIT ഏത്? രാജ്യത്തിന് പുറത്ത് ആദ്യമായിട്ട് ക്യാമ്പസ് ആരംഭിച്ച IIT ആണ് IIT മദ്രാസ്. IIT മദ്രാസ് ആണ് രാജ്യത്തിന് പുറത്ത് ആദ്യമായിട്ട് ക്യാമ്പസ് ആരംഭിച്ച IIT. നെക്സ്റ്റ്, കോളിൻസ് നിഘണ്ടു 2023 വാക്കായി തിരഞ്ഞെടുത്തത് AI ആണ്. കോളിൻസ് നിഘണ്ടു 2023 വാക്കായി തിരഞ്ഞെടുത്തത് AI ആണ്. നെക്സ്റ്റ്, ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത്. ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത് ആരാണ്? നന്ദിനി ദാസ്. നന്ദിനി ദാസാണ് ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത്. നന്ദിനി ദാസാണ്. നോട്ട് ചെയ്യുക, നന്ദിനി ദാസ്. അടുത്ത ക്വസ്റ്റ്യൻ. A for ആധാർ ക്യാമ്പയിനിലൂടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ല. A for ആധാർ ക്യാമ്പയിനിലൂടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. A for ആധാർ ക്യാമ്പയിനിലൂടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. നെക്സ്റ്റ്, രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ. രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടൽ ഐന. AAINA. ഐന. ഓക്കെ. രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടലാണ് ഐന. നെക്സ്റ്റ്, നാസയും ISROയും സംയുക്തമായി 2024 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റാണ് നിസാർ. നാസയും ISROയും സംയുക്തമായി 2024 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റാണ് നിസാർ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ.
ദുബായ് ഇൻ്റർനാഷണൽ ഫിലിം കാർണിവൽ അവാർഡിന് അർഹമായ മലയാള ചിത്രമേത്? ദുബായ് ഇൻ്റർനാഷണൽ ഫിലിം കാർണിവൽ അവാർഡിന് അർഹമായ മലയാള ചിത്രം ഏതാണ്? കാക്കിപ്പട. ആൻസർ കാക്കിപ്പട. ദുബായ് ഇൻ്റർനാഷണൽ ഫിലിം കാർണിവൽ അവാർഡിന് അർഹമായ മലയാള ചിത്രമാണ് കാക്കിപ്പട. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത്? സംസ്ഥാനത്തെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് എന്ന സ്ഥലത്താണ്. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് എന്ന സ്ഥലത്താണ് സംസ്ഥാനത്തെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് നോക്കാം. യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ പൂർണ്ണമായ പ്രതിമ അനാവരണം ചെയ്തത് വാങ്കഡെ സ്റ്റേഡിയം. 2023 കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭന്. 2023 അന്താരാഷ്ട്ര സോളാർ അലയൻസിൻ്റെ 6ാമത് സമ്മേളന വേദി ഡൽഹി. 2023 ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ദുബായിൽ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മുഹമ്മദ് ഷമി. രാജ്യത്തിന് പുറത്ത് ആദ്യമായി ക്യാമ്പസ് ആരംഭിച്ചത് IIT മദ്രാസ് ആണ്. കോളിൻസ് നിഘണ്ടു 2023 വാക്കായി തിരഞ്ഞെടുത്തത് AI. ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത് നന്ദിനി ദാസ്. A4 ആധാർ ക്യാമ്പയിനിലൂടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടൽ ഐന. നാസയും ISROയും സംയുക്തമായി 2024 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റാണ് നിസാർ. കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ